ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാല് എന്നത്തെ പോലെ കല്യാണത്തിന് പോയി നിങ്ങളെ ബോറടിപ്പിക്കല്ല. പക്ഷെ വീണ്ടും കല്യാണം വരുന്നുണ്ട്. ഇപ്പൊ അതിന്റെ സീസണാണ്. എത്ര കല്യാണങ്ങൾ എടുത്തെടുത്ത് എപ്പോഴും കല്യാണങ്ങൾ, പക്ഷെ പോവാതിരിക്കാനും പറ്റൂല. അതെ, അപ്പൊ അവിടെ രോഗിയെ കാണാനുണ്ടല്ലേ, വല്യമ്മാനെ കാണാൻ. അങ്ങനെ കല്യാണൊക്കെ എന്താ പറയാ, അതിന്റെ വിശേഷങ്ങളാണ്. അതെ, പുറമണ്ണൂർക്കാണ് പോകുന്നിട്ട് അല്ലെ. തിരുവേപ്പുറ പോണത് എന്താന്ന് വെച്ചാല് ഓട്ടോറിക്ഷയിലാണ് പോണത്. കഷ്ടപ്പെട്ട് ഇറങ്ങാറായിട്ടുള്ള കല്യാണം. അപ്പൊ എല്ലാവരും നല്ല രസമുണ്ട്, ഇത് കണ്ടു വെക്കി പോയിക്കാണ്ട്. ഒരു കുറെ നേരം ഇരുന്നിട്ട് നീച്ചണില്ല. ഞാൻ വീഡിയോ അതെത്ര മാറ്റിയതാ, നാലാമത്തെ തളികണ്.
അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞത് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഭയങ്കര ഒരു സംഭവം ഉണ്ടായി. അവിടെ ഒരു ഞങ്ങളൊരു രോഗിനെ കാണാൻ പോയി. ഈ കല്യാണപ്പെണ്ണിന്റെ വല്യമ്മ എന്താ പറയാ, നമ്മള് കാണുമ്പോ തന്നെ ഇങ്ങനെ ശ്വാസം പൊയ്ക്കാണ്ട കിടക്കണ്ട്, ഭയങ്കര അമാന്തായി കിടക്കാണ്. കല്യാണം ഒന്നും വലിയ ഒരു എന്താ പറയാ ടെൻഷനുള്ളൊരു കല്യാണമാണ്. എന്താ വെച്ചാൽ അതൊരു സുഖമില്ലാതെ കിടക്കുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത വെച്ചിട്ടുള്ള കല്യാണം ഇട്ടതാണ്. മൂക്കിലൂടെ ഭക്ഷണമൊക്കെ മൂക്കിലൂടെ കൊടുക്കണേ കാണാൻ പറ്റൂല കേട്ടോ. അങ്ങനൊന്നും ആരും കെടുത്താതിരിക്കട്ടെ പഠിച്ചോനെ. ആരും എങ്ങണ്ടല്ലോ വല്ലാത്ത രംഗാണ്. ഞാനും ഉമ്മയും കൂടി കയറി കണ്ടത്, ഇവര് കണ്ടിട്ടില്ല. കൂടുതൽ ആള് കേറണ്ടെന്നുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളത് കണ്ട് തിരിച്ച് പോകുന്നൊരു 5 മിനിറ്റോ 5 മിനിറ്റ് ആയിട്ടുള്ളൂ മരിച്ചു പറഞ്ഞാണ് ഫോണെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മരിച്ചിട്ടില്ല ഇല്ലാന്ന്. അതാണ് ചിരിച്ചിട്ടാ. മരിച്ചതിനല്ല ചിരിച്ചത്. മരിച്ചപ്പോൾ നമ്മൾ ഒരുപാട് വിഷമിച്ചു. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ അല്ലേ അങ്ങനത്തെ ഒരു സമയമായിരുന്നൊക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു കോലത്തിലൊക്കെ എടുക്കണെന്ന് വെച്ചാൽ ശ്വാസം നേരക്ക് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ വേറെ ഒരു ആട്ടം എനിക്കൊന്നുമില്ല. അപ്പൊ കൊറേ നേരം ഇങ്ങനെ ഇല്ലാതായിട്ടുണ്ടാവും. ചിലപ്പോ പൾസ് പോയിട്ടുണ്ടാവും. അതാണ്. എന്നിട്ട് പിന്നെ നോക്കുമ്പോ മരിച്ചിട്ടില്ല. ഏതായാലും ഭയങ്കര ഒരു പേടിച്ച് സന്തോഷിച്ച്. അപ്പൊ ഞങ്ങളിതാ എത്തി. ഞങ്ങള് പോയ കോലം കാണണമെങ്കിൽ ആ വീഡിയോ എടുത്തിരിക്കണൊക്കെ അല്ല ഞാൻ ഇരിക്കണത് കുറച്ചെടുത്തണല്ലോ. ശരിക്കും നമ്മുടെ വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ട് വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ ഒരു വണ്ടിയും കിട്ടിയില്ല. നമ്മുടെ ഫ്രണ്ട്സിന്റെ ആരും കിട്ടിയില്ല. എന്താ വെച്ചാൽ കഷ്ടപ്പെട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വണ്ടിയും തിരക്കാണ്. നമ്മളെ വണ്ടിക്ക് ചെറിയ പനിയും ജലദോഷവും മൂക്കടപ്പും. അപ്പൊ ഒരു ഓട്ടോ ആയിട്ട് പോയിന്ന് വെച്ചാൽ നമ്മള് ആപ്പ് ഓട്ടോറിക്ഷ ആകുമ്പോ കുറെ ആൾക്ക് ഇരിക്കാന്ന് തോന്നി. പക്ഷെ കണ്ട അതേ രൂപം മാത്രമേ ഉള്ളൂ. ആപ്പാസിറ്റി ആയിരുന്നു ഇവിടെ വന്നപ്പോ. അപ്പൊ കുറച്ച് ടൈറ്റ് ആയിരുന്നു എല്ലാവർക്കും ഇരിക്കാൻ. ഞങ്ങള് ഭയങ്കര 4 ആൾ, കുഞ്ഞിപ്പി ഞാനും ഭാവിയും ഗുണ്ടുമണികളാണ്. പിന്നെ ഇമ്മയുള്ളത്. പിന്നെ നമ്മളെ കുട്ടിമോനും മുത്തൊന്നും പോരാത്തോണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ പോകൂല. ഇവരുണ്ടായതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ പോയതാണ്. അല്ലെ ബസ്സിന് നേരെ കയറുള്ളൂ. നമ്മള് ബസ്സിന് പോവാനാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയാണ്ട് എത്തി. കല്യാണം ബിരിയാണി എന്നൊക്കെ പൈച്ച തിക്കി തിരക്കി പോകുന്നുണ്ട്. അല്ലോ ഒരു കാലൊക്കെ തരിച്ചിന്ന്. ഒരു കാലുമ്പോ പൊന്നും ഒരു കാലുമ്പോ മോനും അങ്ങോട്ട് പോയപ്പോ. അപ്പോ ഏതായാലും കല്യാണം കഴിഞ്ഞ് വന്ന് ഇനി മാറ്റിയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. ഭയങ്കര ക്ഷീണിച്ച അവശനായിക്കണം. ഇപ്പൊ അടുത്തൊന്നും ഇങ്ങനെ ഒരു കല്യാണത്തിന് കല്യാണം കുറെ നീട്ടിക്കൊണ്ടാക്കാണ്. പക്ഷെ ഈ കുട്ടിയെ പുതിനേൻ്റെ വല്യമ്മ ഇങ്ങനെ അവശമായിട്ട് പറ്റ വയ്യാതെ കിടക്കുകയാണ്. എന്താ വെച്ചാൽ ഗ്ലൂക്കോസും കാര്യങ്ങളും ട്രിപ്പൊക്കെ കൊടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ നീട്ടുണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഭാഗത്ത് കല്യാണം നടക്കുന്നത്. പക്ഷേ അവിടെ വല്യമ്മ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും ഫുള്ള് ഈ വീട്ടിലത്തെ ആൾക്കാർ ഒരുവിധം ഓരോ വീട്ടിൽ തന്നെയാണ്. അതെ കല്യാണത്തിന് അധികമില്ല. ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. ഈ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ. എല്ലാവർക്കും ബൈ.